നമുക്ക് ഇന്നത്തെ ഗെയിമിലേക്ക് ഐശ്വര്യമായിട്ടൊക്കെ കടന്നാലോ? ഗെയിമൊക്കെ ഇഷ്ടമാണോ? ഇങ്ങനെ ചെറിയ ചെറിയ വളരെ 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 ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് പോണെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ആ സോഫയിൽ പോയി ഇങ്ങനെ ചുരുണ്ടു കൂടി കിടക്കാൻ തോന്നുന്നു. ഇഷ്ടമില്ല, അവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. ശരി, അപ്പൊ നമുക്ക് ചെറിയൊരു ടാസ്ക് കളിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ദംശരാജ് ആണ് കളിക്കാൻ പോകുന്നത്. ദംശരാജ് എന്ന് പറയുമ്പോൾ സിനിമ പേര് അത് അഭിനയിച്ച് കാണിക്കാം, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് വേറെ കാര്യമുണ്ട്, നമ്മൾ അഭിനയിച്ചിട്ട് ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കണോ അല്ലെങ്കിൽ ചേച്ചി അഭിനയിച്ചിട്ട് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണോ? രണ്ടും ഉണ്ട്, എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെയാണ്. റെഡി എങ്കിൽ നമുക്ക് നമ്മുടെ ദംശരാജ് ആരംഭിക്കാം. വരട്ടെ ക്യൂ കാർഡ്. അപ്പൊ എന്തായാലും ക്യൂ കാർഡ് ഇതാ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ക്യൂ കാർഡിൽ കാണുന്ന സിനിമ പേര് ഗസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ശീലാമയ്ക്ക് നമുക്കത് മനസ്സിലാവാൻ വേണ്ടി ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി എന്നുള്ള രീതിയിൽ പക്രുചേട്ടനായിരിക്കും ഞാൻ ആദ്യം സിനിമ പേര് കാണിക്കുന്നത്. അഭിനയിച്ച് അത് ഇവര് ഗസ് ചെയ്യണം. അതായത് ശീലാമയും നാദിക്കയാണ് ഗസ് ചെയ്യേണ്ടത്. ആ ശരി, ഞാൻ തരാം. സ്വാഭാവികം. പക്രുചേട്ടാ, ഇതാണ് മൂവി നെയിമേ. കണ്ടല്ലോ അല്ലേ? ഒരു സെക്കൻഡ്, ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ആവേശം. ഓക്കെ, തീർന്നു. ഇനി കണ്ടുപിടിക്കും. റെഡി? ശ്രദ്ധിച്ചോ? രണ്ട് വാക്കുകൾ. ലാലേട്ടൻ മീശ പിരിച്ചത്. നരസിംഹം. പുലിമുരുകൻ. ഇവരൊരു ടീമാട്ടോ. നമുക്കൊരു മാർക്ക് എന്നുള്ളത് കൊള്ളാം. നമ്മ ഇവിടെ കിട്ടിയില്ലേ? പിന്നെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പൊ ഇനി അടുത്തത് നാദിക്കയ്ക്ക് ഞാൻ കാണിച്ചു തരും. ഒരെണ്ണം ഇതിലേതെങ്കിലും ഒരെണ്ണം തൊട്ടോ. ഇപ്പൊ നമ്മളുടെ പേര് അഭിനയിച്ച് കാണിക്കണോ? ഇല്ലില്ല, നാദിക്ക അഭിനയിച്ച് കാണിക്കും. ഇതാണ് നമ്മള് പറഞ്ഞാൽ മതി. ഓ, അവര് വേറെ വല്ലതുണ്ടോ? വേണ്ട, ഇനി പറ്റില്ല, അത് പറ്റില്ലേ, മാറ്റി കൊടുക്കില്ല. എന്തായാലും ഞങ്ങള് പറഞ്ഞോളാം. ഒരു മിനിറ്റ്. അല്ല, ഇതെന്ത് സംഭവം? ഇങ്ങനത്തെ പടത്തിന്റെ പേരുണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിയണത്. ഒയ്യോ, എനിക്കറിയായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ശീലാമയ്ക്ക് ഇതൊന്ന് പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേറെ ആരും കാണരുത്, കാരണം താഴെ കൊച്ചു മുതലാളി നിപ്പുണ്ട്. ആ ശരി, നിങ്ങളെന്നെ പിടിച്ചോളൂ. എന്തിനാ ഇത്രയും കഷ്ടം? ശരി, എന്നാ ഞാൻ പിടിച്ചോളാം. അതാ, your time starts now. രണ്ട് വാക്ക്. കാർഡ്സ്. ATM. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. കാർഡ്സ് കളിക്കുന്നു. കാച്ചുമായിട്ട് ബന്ധമുണ്ട്. അതായത് അതെന്താ? കാച്ച് കളിയായിട്ട് ബന്ധമുണ്ടാകാം. ബാങ്ക് റോബറി. ഒന്നുകൂടെ കാണിച്ചത് റോബറിയാണോ? കാശ് ഇങ്ങനെ എടുക്കുന്നു. അല്ലല്ല, സാധനം മേടിക്കുന്നു, കാർഡ് കൊടുക്കുന്നു. കല്യാണക്കുറി. പഴയ പടമാണോ പുതിയ പടമാണോ? പഴയ പടം. സ്ഥാനാർത്ഥി സാറാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ? അറിയില്ല. അയ്യോ, അതെന്താ? എനിക്കറിയാം. എനിക്കറിയാം. ഇല്ല, ആ ജനനല്ല, അത് ടിവിയിൽ പലതവണ കണ്ടിട്ടുണ്ട്. അതെന്താ? അത് ശരിക്കും പറഞ്ഞിട്ടില്ല. കാശ് ഇങ്ങനെ ഇടുന്നു. ഞാൻ കാണിക്കണോ? കാണിക്കും. ഇതേ ഞങ്ങളെ സൈഡിൽ തിരിച്ചു വെക്കണേ. കാണിക്കാം. ഞാൻ അഭിനയിച്ച പടമാണോ? ആണെന്ന് തോന്നുന്നു, പക്ഷെ അയ്യോ സോറി. പഴയ പടം. പ്രേം നസീർ ഹീറോ. പുസ്തകം, ബുക്ക്, പത്രത്തിനകത്ത് പത്രം നോക്കുന്നു. അയ്യോ, ഇതെങ്ങനെയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഒന്നുണ്ടോ? അങ്ങനെയൊക്കെ വരുമോ? ആര്? ജയഭാരതി നസീർ അഭിനയിച്ചതാണോ? നസീറാണോ? ഞങ്ങളുടെ ലോട്ടറി ഞങ്ങൾക്ക് 2 മാർക്ക്, 2 പോയിന്റ് കിട്ടി. 2 പോയിന്റ്. ലോട്ടറി വേണ്ടല്ലേ? നീ എന്തുവാടാ കാണിച്ചത്? ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ? ഈ സാധനം ഞാൻ നേരത്തെ കാണിച്ചില്ലേ? ഇങ്ങനെ കാണിച്ചിട്ട് കാശ് കൊടുത്ത് മേടിച്ചിട്ട്. ലോട്ടറിയോ? അതാണ് കാശ് കൊടുത്ത് മേടിക്കുന്നു. പക്ഷെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞേ. നീ എന്ത് കൂട്ടാനടാ? അഭിനയിക്കാൻ പോവാം കേട്ടോ. അഭിനയിക്കാൻ പോവാം. മാറി വെക്കാണോ? നീ അവിടെ വന്നിരിക്കട്ടോ. പക്ഷേ ഇത് ശരിക്കും പറയാനുണ്ടെങ്കിൽ എലീന ചെയ്യേണ്ട ടാസ്ക് ആയിരുന്നു. ഞാൻ ഈസി ഞങ്ങളല്ല പറഞ്ഞത്. അല്ല, ഇനി അടുത്തത് ശീലാമ അഭിനയിച്ച് കാണിക്കണം. ശരി, അഭിനയിച്ച് കാണിക്കണോ? കൊടുത്തില്ല, കിട്ടിയില്ല. അമ്മ അഭിനയിച്ചു തുടങ്ങി. മനസ്സ്,
ഓഹോ കെട്ടിപ്പിടിച്ച് അന്നിപ്പോ കുഴപ്പമില്ല വീട്. കേട്ടോ ഒരു മിനിറ്റ്. ഹൃദയ ഒരു ക്ഷേത്രം. വീട്, വാടകയ്ക്കൊരു വീട്. ചേച്ചി അഭിനയിച്ച സിനിമയാണോ? വീട്, മീശ പിരിച്ച്, സത്യമാഷ്, നസീർ സാറ്, ഇപ്പോഴത്തെ ലാലേട്ടൻ. ആ സ്വർഗം, വീടൊരു സ്വർഗം. ശ്ശെ. ഞാൻ വരേണ്ടി വരുമോ ഇനിയും? രസതന്ത്രം. അല്ലടാ ഇതിനേക്കാൾ ഇനി എന്നെ അല്ല ഇത് നിങ്ങൾ ഒന്നും കൂടെ ആ ഒരു ഫീലിങ്സ്, എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഇമോഷൻ. നോക്ക്. ആ ആ. സ്നേഹം. സത്യേട്ടൻ്റെ കൂടെ അല്ലേ? അല്ല ഇതൊന്നും അല്ല റോഷൻ ആൻഡ്രൂസിന്റെ. ഈ ഇമോഷൻ ഒന്നുകൂടെ കാണിച്ച ആദ്യത്തെ അവസാനം ദേ. അയ്യോടാ. ആ. ശീലമ്മ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഇത് നമുക്ക് നോക്കാം. എന്റെ വീട്, എന്റെ വീട് എന്റെ മനസ്സ്. ആ ഫീലിങ്സ് മനസ്സിലാക്കിക്കേ. ആ, ഒന്ന് നോക്ക്. ഒന്നും കൂടെ എന്റെ feelings. എന്റെ ചേച്ചി ഓരോന്ന് എന്റെ 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 ഭരതനാട്യം. എന്താ ഭരതനാട്യം? നമ്മുടെ നമ്മുടെ ഞാൻ ഡാൻസ്. ഒരു മിനിറ്റ്, അതൊരു ഇമോഷൻ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കും. ഇതിങ്ങനെ ഓരോന്നായിട്ടൊന്ന് ഇമോഷൻസ് ആയിട്ട്. ഞാൻ. ഇതെന്താ ഇമോഷൻ? ഉറക്കം. ഉറക്കോ? ഇല്ല, സ്നേഹം. സ്നേഹം. ആ ഇനി അടുത്ത നോക്ക്. സ്നേഹ വീട്. ഓ! വീട്. വീട്. എന്റെ ഭരതനാട്യോ എന്റെ ഭരതനാട്യം ഉറക്കം. സ്നേഹ വീട്. ഓക്കെ. വീട്. വളരെ. ഇനി അടുത്തത് പകർച്ചേടാ. ഓക്കെ, അമ്മ അടുത്തത്. ഓക്കെ, അറിയില്ലടാ ഞാൻ, എനിക്കറിയാം. ഈ നേരത്തെ ചതിച്ചവനാ, ചതിയൻ ചന്തു. ചേച്ചി, ആ നീ നീ കുട്ടി കുട്ടി പട്ടി മതിലിയാടാ മതിലിയാടാ. മനസ്സിനക്കരെ. യെസ്. എന്നെ തോപ്പിക്കാൻ മനസ്സിനക്കരെ. അടിപൊളി അടിപൊളി. ഞാന് മനസ്സിനക്കരെ മനസ്സിലായിട്ടും മനസ്സിലാക്കാതെ നിന്ന അതെ, ഈ ആൾക്ക് വേണം ഒരു സമ്മാനം കൊടുക്കും. ശീലാമയ്ക്ക് 3 പോയിന്റ് ആണ് 3 ലഭിച്ചിരിക്കുന്നത്. point. പക്ഷെ അതും എല്ലാം ഗംഭീരായിട്ടാണ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഇവർക്കൊക്കെയോ? നാദികയ്ക്ക് ഒരു പോയിന്റ്. ഹീറോയും മണ്ണും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്കച്ചേട്ടനോ കണ്ടോ ഒരു മാർക്ക് സ്നേഹ വീട് എന്നുള്ളത് കാണിച്ചത്. അപ്പൊ എന്തായാലും കളി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം തുല്യരായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞില്ലെങ്കിലും പക്ഷെ ജയിച്ചിരിക്കുന്നതും ശീലാമയുടെ വൈബ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ നല്ല ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് ശീലാമയാണ് കേട്ടോ. കാരണം കറക്റ്റ് ആയിട്ട് ആ വൈബിനോട് പിടിച്ചു തന്നെ. നാദിക സാധാരണ വിജയിക്കുന്ന നാദിക ഇന്ന് തോറ്റിരിക്കുകയാണ് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, നോട്ട് യുവർ ഡേ. ആൻഡ് പക്രചേടാ, പക്രചേട്ടനും കേറി വരുന്നുണ്ട് മോനെ. എനിക്ക് വേണ്ടി തോറ്റു കൊടുത്തതാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല ചേച്ചി, അത് അറിയാൻ പാടില്ല. അതെ, അത് ലോട്ടറി ടിക്കറ്റ് എന്നുള്ള സംഭവം പെട്ടെന്ന് കാണിക്കാൻ എളുപ്പമല്ലായിരുന്നു. ഈ ലോട്ടറി ടിക്കറ്റ് വേണമെങ്കിൽ എനിക്ക് കാണിക്കായിരുന്നു, പക്ഷെ ഇവനൊന്നും പറയൂലെന്ന്. ഇവനും മനഃപൂർവ്വം അത് വേണ്ട. അങ്ങനെയാണ് ഞാൻ മറ്റൊക്കെ പറഞ്ഞല്ലോ. ഉരുണ്ട് കഴിഞ്ഞെങ്കിൽ നമുക്കെന്നാ ബ്രേക്ക് എടുത്ത് പോവാം. ശരി.